ഹായ് സുഹൃത്തുക്കളെ, ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ HSST മാത്തമാറ്റിക്സ് മുൻപ് കുറച്ച് നാൾ മുമ്പാണ് പരീക്ഷ കഴിഞ്ഞത്. അപ്പോൾ ഇനിയുള്ള അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എത്രയും വേഗം നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളത് ശരിയായ ഒരു തീരുമാനമല്ല, അതൊരു മണ്ടത്തരമാണ്. നേരത്തെ പഠിച്ചു തുടങ്ങുന്നവരാണ് ഉറപ്പായിട്ട് റാങ്ക് ലിസ്റ്റിൽ എത്തുകയും ജോലി നേടുകയും ചെയ്യുക. അപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുക എന്നുള്ള സ്വപ്നത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ഐ+ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് M50 ബാച്ച്. അപ്പോൾ മാത്തമാറ്റിക്സ് അധ്യാപകരാവാൻ നിങ്ങളെ ഐ+ M50 ബാച്ചിലൂടെ ക്ഷണിക്കുകയാണ്. 50 പേർക്കായിട്ട് ഏറ്റവും ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ ഈ M50 ബാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നേരത്തെ പഠിക്കണം എന്ന് വെച്ചാൽ നമുക്കറിയാം, പരീക്ഷയോടനുബന്ധിച്ച് നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയോട് ചേർന്ന് പരീക്ഷ ഡിക്ലെയർ ചെയ്തിട്ട് ഒരു 3 മാസം കൊണ്ട് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ രീതിയിൽ പഠിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എങ്ങനെ നോക്കിയാലും നേരത്തെ പഠിച്ചു തുടങ്ങുന്നവർക്കാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് അഡ്വാൻറ്റേജ് ഉള്ളത്. കൃത്യമായ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട്, കൃത്യമായ ഒരു ഗോള് മനസ്സിൽ വെച്ചിട്ട് അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഗോളിൽ എത്തിച്ചേരാൻ സാധിക്കും. കാരണം നിങ്ങളെ പോലെയുള്ള ഒട്ടേറെ ഉദ്യോഗാർത്ഥികളാണ് ഇതുപോലെ തന്നെ 1ാം റാങ്കും 2ാം റാങ്കും ഒക്കെ നേടി ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. അപ്പൊ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് ട്രിക്ക്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ഒക്കെ ഇതിന് നോട്ടിഫിക്കേഷൻ വന്നേക്കാം. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ കൃത്യമായിട്ട് അതിനുവേണ്ടി പഠിക്കുക. ഇതിന് മുൻപ് നോട്ടിഫിക്കേഷൻ ജനറൽ കാറ്റഗറിക്ക് വന്നിരുന്നത് 2021 ക്വാളിഫിക്കേഷൻ PG B.Ed സെറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. സെറ്റ് നെറ്റും ഹയർ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റിന്റെ ആവശ്യമില്ല. 20 മുതൽ 40 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. നോക്കുകയാണെങ്കിൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക. റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ കിട്ടും. ഇനി കഴിഞ്ഞ എക്സാം 2022 ജനറൽ കാറ്റഗറിയുടെയാണ്. 2022 നടന്നു. 23 റാങ്ക് ലിസ്റ്റ് വന്നു. ഇപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നോക്കുക 86 പേരെ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. HSST മാത്തമാറ്റിക്സ് ജൂനിയർ എന്നുള്ള പോസ്റ്റിലേക്ക്, HSST മാത്തമാറ്റിക്സ് ജൂനിയർ എന്നുള്ള പോസ്റ്റിലേക്ക് 86 പേരെ ഇതുവരെ എടുത്തിട്ടുണ്ട്. അപ്പൊ HSSTകളുടെ കൂടുതൽ അത്യാവശ്യം വലിയ നിയമനം നടക്കുന്ന ഒരു പരീക്ഷ തന്നെയാണ് ഈ പറഞ്ഞ HSST മാത്തമാറ്റിക്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ജോലി നേടാൻ സാധ്യതയുള്ള ഒരു പരീക്ഷ തന്നെയാണ്, ഒരു നിയമനം തന്നെയാണ്, ഒരു പ്രോസസ്സ് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഐ+ ഈ പരീക്ഷയ്ക്കായിട്ട് M50 ബാച്ച് പ്രൊവൈഡ് ചെയ്യുകയാണ്. വെറുതെ ഒരു പേരിട്ട് പറഞ്ഞു പോവുകയല്ല, കൃത്യമായിട്ട് മെന്ററിംഗ് കൂടി 50 പേർക്കായിട്ട് അവർ ടോപ്പിൽ വരണം, ഐ+ന്റെ കുട്ടികൾ തന്നെ ടോപ്പിൽ വരണം എന്നുള്ള സ്വാർത്ഥപരമായിട്ടുള്ള ലക്ഷ്യം തന്നെയാണ് നമുക്കുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഐ+നൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് പഠിച്ച് ടോപ്പ് റാങ്കിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള ക്ലാസ്സുകളും നോട്ടുകളും എക്സ്പേർട്ട് ആയിട്ടുള്ള ഈ രംഗത്ത് വർഷങ്ങളുടെ പരിചയമുള്ള ഫാക്കൽറ്റി ടീം തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരാണ് ലീഡ് ചെയ്യുന്നത്. സിലബസ് ഫുള്ള് കവർ ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ഡൗട്ട് ക്ലിയറൻസ്, വീക്ക്ലി ലൈവ് സെഷൻസ് ഉൾപ്പെടെ നമ്മൾ ഈ ഒരു കോഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യുക. ആദ്യം എൻറോൾ ചെയ്യുന്നവർക്കാണ് ഓപ്പർച്യൂണിറ്റി. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങൾ ആ നമ്പറുകളിൽ വിളിച്ചു ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. ഒട്ടും വൈകണ്ട, നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.